ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ അമ്മയും വല്യമ്മച്ചിയുമൊക്കെ ഒട്ടും കയ്പില്ലാതെ പാവയ്ക്ക തീയൽ എങ്ങനെയാണ് തയ്യാറാക്കിയിരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യമായി ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. ഞാനിവിടെ ഒരു തേങ്ങായും 4 വലിയ തക്കാളിയും 2 വലിയ പാവയ്ക്കായുമാണ് എടുത്തിരിക്കുന്നത്. പാവയ്ക്ക കഴുകി വൃത്തിയാക്കി കനം കുറച്ച് നീളത്തിൽ അരിയണം. തക്കാളിയും നമുക്ക് അരിഞ്ഞു വയ്ക്കാം. 4-5 തണ്ട് കറിവേപ്പില വേണം. ഒരു തേങ്ങ ചുരണ്ടി മിക്സിയുടെ ബൗളിലിട്ട് ഒന്ന് പൊടിച്ച് എടുത്ത് വയ്ക്കണം. അപ്പോൾ ഒരുപോലെ മൂത്ത് കിട്ടും. ഇനി ഒരു 2 പിടി ചുവന്നുള്ളിയും 5-8 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ നമുക്കതിലേക്ക് ചേർക്കാം. 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ ഇത് തുടരെ ഇളക്കി വറുത്തെടുക്കണം. ഇപ്പോൾ ചട്ടിയിലാണ് നമ്മൾ കറി വെക്കുന്നത്. ചട്ടിയിൽ വെക്കുമ്പോഴാണ് അതിൻ്റെ തനതായ രുചി. മൺചട്ടിയിലേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടാകുമ്പോൾ ഒരു വലിയ സവാള അരിഞ്ഞത് പൊടിയായി അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുവിധം ചുവക്കെ തന്നെ വറുത്തെടുക്കണം. അതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റാം. തീയൽ ഇഷ്ടമില്ലാത്തവർ പോലും ഈ പാവയ്ക്ക തീയൽ ഏറെ ഇഷ്ടത്തോടെ കൂട്ടും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഈ പാവയ്ക്ക തീയൽ. അപ്പോൾ തേങ്ങ നമ്മളവിടെ മൂപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം നമ്മളിപ്പുറത്ത് സവാളയും വഴറ്റുന്നുണ്ട്. ഒരുമിച്ച് തന്നെ നമുക്കിത് കറി തയ്യാറാക്കാം. വഴന്ന് വന്നപ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പാവയ്ക്ക അതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി ഒന്ന് വഴറ്റി കൊടുക്കണം. പാവയ്ക്ക ഒരുവിധം ഒന്ന് വഴന്ന് വരണം. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടിയും കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ ഒരുവിധം മൂത്ത് വരുന്നുണ്ട്. നല്ല ചുവക്കെ വറക്കണം. തുടരെ ഇളക്കണം, അടുക്കി പിടിക്കാതെ. ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനിലാണ് വറക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടും. ഒരുവിധം മുക്കാലും മൂപ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നമ്മൾ ചേർത്തിട്ടില്ലാത്തത് കൊണ്ട് അല്പം മുളക് പൊടിയും കൂടെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർക്കുന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറയ്ക്കാം. മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പം 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി നല്ലൊരു കളർ വരണം. ഇനി അതിലേക്ക് മല്ലിപ്പൊടി 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി മൂപ്പിച്ച് നമുക്കിത് തണുക്കുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പം നമ്മുടെ പാവയ്ക്ക മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിപ്പഴം ചേർത്ത് കൊടുക്കുക. നല്ല കളറുള്ള പഴുത്ത തക്കാളി ചേർക്കണം. തക്കാളിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്കും അല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റാം. പാവയ്ക്കായും തക്കാളിയൊക്കെ ഒരുവിധം നന്നായി തന്നെ വഴന്ന് വരണം. 3-4 ദിവസം കേടാകാതെ ഇരിക്കുന്ന ഒരു കറിയാണിത്. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒരാഴ്ചയിൽ കൂടുതൽ നമുക്കിത് ഉപയോഗിക്കാം. അപ്പം കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് പാവയ്ക്കായും തക്കാളിയും വേകാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ തണുക്കാനായിട്ട് വെച്ച നമ്മുടെ തേങ്ങ വറുത്തതൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. പാവയ്ക്ക വെന്തോന്ന് നമുക്ക് നോക്കാം. ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇടയ്ക്കൊന്ന് ഇളക്കി വീണ്ടും കുറച്ച് സമയം കൂടെ നമുക്കിതൊന്ന് വേവിക്കാം. മിക്സിയുടെ വലിയ ബൗളിലേക്കിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഒരുവിധം പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പുളി, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് കുതിർത്തി പിഴിഞ്ഞെടുത്തതാണ്. ആ പുളിവെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടത് വെണ്ണ പോലെ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ പാവയ്ക്ക വെന്തിട്ടുണ്ട്. ഇനി അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത്
നന്നായിട്ടൊന്ന് ഇളക്കാം. നമ്മൾ മിക്സിയിൽ അരച്ച മിക്സിയിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അതുകൂടെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. കറിയുടെ നീട്ടമൊക്കെ അവരവരുടെ പാകത്തിന് വെള്ളം ചേർക്കാം. ഞാൻ അധികം ചേർത്തിട്ടില്ല, ഒരുവിധം കുറുകിയ പരുവത്തിൽ തന്നെയാണ്. മിക്സിയുടെ ബൗളിലേക്ക് അല്പം വെള്ളവും കൂടി ഒഴിച്ച് അതുകൂടെ നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് ഉപ്പിൻ്റെ പാകമൊക്കെ നോക്കി പോരായികയുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് കറി നന്നായി തിളപ്പിച്ച് വാങ്ങി വയ്ക്കാം. ഇനി കടുക് താളിക്കാനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 2 തണ്ട് കറിവേപ്പില, 3 വറ്റൽമുളക് ഇതുകൂടെ നന്നായിട്ട് മൂപ്പിച്ച് നമുക്ക് കറിയിലേക്ക് ചേർക്കാം. ഒന്നിളക്കി മൂടി വയ്ക്കാം. അപ്പം നല്ല രുചികരമായ ഈ തീയൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.